നമസ്കാരം, ഞാൻ സൗമ്യ. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം സീരീസിലെ 8ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയറിനെ കുറിച്ചാണ്. ഫയർ എന്നാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് റിട്ടയർ ഏർലി. അതായത് സാധാരണ റിട്ടയർ ചെയ്യുന്നതിന് ഏറെ മുമ്പ് തന്നെ സാമ്പത്തികമായിട്ട് സ്വതന്ത്രരാകുക എന്നതാണ് ഇതിന്റെ ആശയം. ഫയർ അച്ചീവ് ചെയ്യാനായിട്ട് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഫുൾ ടൈം ജോബ് എന്നത് ഒരു ഓപ്ഷനായി മാറുന്നു. ഈ അവസ്ഥയാണ് ഫയർ. ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ഫയറിന്റെ ലക്ഷ്യം, മറിച്ച് ജീവിത ചെലവുകൾക്കായി ഒരു ജോലിയെ ആശ്രയിക്കാതിരിക്കുക, അത് ഒരു ഓപ്ഷണലായിട്ട് മാറുക എന്നുള്ളതാണ് ഫയറിന്റെ ലക്ഷ്യം. നിങ്ങൾ ഏർലി റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫയർ എമൗണ്ട് ടാർഗറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്കിനി ഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. ഇൻവെസ്റ്റ്മെന്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ മണിയെ ഗ്രോ ചെയ്യിക്കും. അതിനുശേഷം നിങ്ങൾ ഒരു സ്റ്റേജിലെത്തും. അവിടെ സാലറിയിൽ നിന്നല്ലാതെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഇൻകം നിങ്ങളുടെ എക്സ്പെൻസസിനേക്കാൾ കൂടുതലാവുന്നു. ഇതാണ് ഫയറിലെ പവർ റൂൾ. നിങ്ങളുടെ ഇയർലി എക്സ്പെൻസസിന്റെ 25 to 30 ടൈംസ് ഉള്ള ഒരു കോർപ്പസ് ഉണ്ടാകണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇയർലി എക്സ്പെൻസ് 6 ലക്ഷം രൂപയാണെങ്കിൽ ഫയറിന്റെ കോർപ്പസ് സജസ്റ്റ് ചെയ്യുന്നത് 25 ടൈംസ്, അതായത് 1.5 കോടി രൂപയാണ്. ഇൻഫ്ലേഷനൂടെ കണക്കാക്കി അത് 30 to 35 ടൈംസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതായത് ഒരു 2 കോടി രൂപയെങ്കിലും മിനിമം വേണ്ടി വരും. അതിനുശേഷം ഇതിൽ നിന്ന് 4% ഇയർലി വിഡ്രോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഉദ്ദേശിച്ച അതേ എമൗണ്ട്, നിങ്ങളുടെ കറന്റ് ആനുവൽ എക്സ്പെൻസസിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസസുകൾ അതിലൂടെ നിങ്ങൾക്ക് നടത്താൻ കഴിയും. നമുക്കിനി അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ഫയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫയർ മെയിൻ ആയിട്ട് 4 ടൈപ്സിലാണുള്ളത്. ആദ്യത്തേത് ലീൻ ഫയർ. ഇതിൽ കുറഞ്ഞ ചെലവിൽ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നു. രണ്ടാമത് ഫാറ്റ് ഫയർ. ഇത് ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് അഡോപ്റ്റ് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു, അത്രയും വലിയ ഒരു കോർപ്പസും ഉണ്ടാക്കിയിരിക്കും. മൂന്നാമത് ബരിസ്റ്റ ഫയറിൽ ഒരു പാർട്ട് ടൈം ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, എന്നാൽ ഫുൾ ടൈം ജോബിന്റെ സ്ട്രെസ് ഇല്ല. നാലാമത്തത് കോസ്റ്റ് ഫയർ. ഫയർ അച്ചീവ് ചെയ്തതിന് ശേഷവും റിട്ടയർമെന്റ് വരെ, ആ ഒരു സാധാരണ റിട്ടയർമെന്റ് ഏജ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് വിത്ത് ഫയർ എന്ന് നോക്കാം. ആദ്യത്തേത് ഇൻഫ്ലേഷൻ റിസ്ക്. ഇവിടെ സംഭവിക്കുന്നത് എല്ലാത്തിൻ്റെയും വില കൂടുന്നുണ്ട്, നിങ്ങളുടെ കോർപ്പസിന്റെ വാല്യൂ കുറയും. രണ്ടാമത്തേത് മാർക്കറ്റ് വോളറ്റാലിറ്റി. പോർട്ട്ഫോളിയോയുടെ അസറ്റ് അലോക്കേഷൻ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അതുപോലെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിട്ടേൺ മാർക്കറ്റിൽ നിന്ന് കിട്ടണം എന്നില്ല. നിങ്ങൾ പ്രീവിയസ് ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വർഷങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടാതെയും നെഗറ്റീവ് റിട്ടേൺ കിട്ടിയ വർഷങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നല്ല റിട്ടേൺ കിട്ടിയ വർഷങ്ങളും ഉണ്ട്. പിന്നെ ഓവർ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺസ്, അതായത് 8 to 10% അല്ലെങ്കിൽ 10 to 12% റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു കാൽക്കുലേഷൻ, അത് എപ്പോഴും വർക്ക് ചെയ്യണം എന്നില്ല. ഫാമിലി റെസ്പോൺസിബിലിറ്റികൾ ഉള്ളവർ സെപ്പറേറ്റ് ആയിട്ടൊരു ഫണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വെക്കുന്നതായിരിക്കും ബെറ്റർ, ഫയർ ടാർഗറ്റുമായിട്ട് മിക്സ് ചെയ്യാതെ. അതുപോലെ തന്നെ ഫയറിന്റെ ഉദ്ദേശം ജോലി ചെയ്യാതിരിക്കുക എന്നതല്ല, ജീവിത ചെലവുകൾക്കായി ഒരു ജോലിയെ ആശ്രയിക്കേണ്ട സാഹചര്യം ഇല്ലാതാക്കുക എന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടന്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ.